സ്നേഹം അറിയിക്കുന്നു. മനോഹരമായ ഈ രാത്രിയിൽ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് റിജോയ്സ് ഫെലോഷിപ്പിന്റെ മീറ്റിംഗിൽ ഒരുമിച്ച് പോകുവാൻ കർത്താവിടെയാക്കിയ വിശ്വാസക്കാരന്റെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനുള്ള ഞങ്ങളെ വളരെ ആത്മാർത്ഥമായ നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ ഭവനങ്ങളെയും നിങ്ങളുടെ ചർച്ചിനെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ എല്ലാ സ്തുതിയും ബഹുമാനം പുകഴ്ചയും കർത്താവിന് അർപ്പിക്കുന്നു. ഇവിടെ പനിയുടെ ചെറിയ പ്രയാസങ്ങളാണ്. മോളുടെ പനി കഴിഞ്ഞ് ഇറങ്ങി അടുത്ത ഇളയാള് അടുത്ത പനിയുടെ ബാറ്റും കൈമാറി. പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇന്ന് രാത്രിയിലെ ചെറിയ ഒരു ധ്യാനത്തിനായിട്ട് ഉള്ള ഒരു പാസേജ്, മനോഹരമായ ഒരു പാട്ടുണ്ട്. കാൽവറി ക്രൂശിൽ കാണും സ്നേഹത്തിൻ പൂർണ്ണത, ശത്രുവാം എന്നെ ദൈവം മിത്രമാക്കി, രക്തവും ചിന്തിയേശു എന്നെ രക്ഷിപ്പാൻ, ഈ സ്നേഹസ്വരൂപൻ എന്നാൽ സ്നേഹി. ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്. മനോഹരമായ ഒരു പാട്ടാണ്. കാൽവറി ക്രൂശിൽ കാണും സ്നേഹത്തിൻ പൂർണ്ണത, ശത്രുവാം എന്നെ ദൈവം മിത്രമാക്കി. അവർ സ്റ്റോറി, ദിസ് ഇസ് അവർ സ്റ്റോറി. ലാസ്റ്റ് രണ്ട് ലൈൻ, ദാറ്റ്സ് ജീസസ് സ്റ്റോറി. രക്തവും ചിന്തിയേശു എന്നെ രക്ഷിപ്പാൻ, ഈ സ്നേഹസ്വരൂപൻ എന്നാൽ സ്നേഹിതൻ. That's what the song says about, or song speaks about. ശത്രുവായ എന്നെ മിത്രമാക്കിയ കാൽവറി ക്രൂശിൽ വെളിപ്പെട്ട ദൈവസ്നേഹത്തിന്റെ മനോഹാരിത, അതിന്റെ ബ്യൂട്ടി. രക്തവും ചിന്തി യേശു എന്നെ രക്ഷിപ്പാൻ, ഈ സ്നേഹസ്വരൂപൻ എന്ന ആത്മസ്നേഹിതൻ. ഈ കർത്താവാണ് എൻ്റെ ഏറ്റവും ഇന്റിമേറ്റ് ആയ ഫ്രണ്ട്. അപ്പം ആ ഒരു പാട്ടും എൻ്റെ മെസ്സേജുമായിട്ട് ഒരു ബന്ധമുണ്ട്. ഞാൻ വളരെ പരിചിതമായ ഒരു ടെക്സ്റ്റാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ നിന്നുള്ളതായ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് കർത്താവിനെ ആശ്രയിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാമത്തെ അധ്യായം ലോങ് പാസേജ് ആണ്. അതിന്റെ ഒരു കീ ചാപ്റ്റർ ആണ് ആക്ട്സ് ചാപ്റ്റർ 9. നമുക്ക് പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ്. ആക്ട്സ് ഒക്കെ ചിന്തിച്ചപ്പെടുന്നത് ഒരു ടേണിംഗ് പോയിന്റ് ആണ് ഇവിടെ. മെയിൻ തോട്ട് എന്ന് പറയുന്നത് കൺവേർഷൻ ഓഫ് Saul of Tarsus, or Jesus appears to Saul of Tarsus. ഇതാണ് എന്റെ മെയിൻ തീം എന്ന് പറയുന്നത്. പൗലോസിന്റെ കൺവേർഷൻ ആൻഡ് കമ്മീഷൻ രണ്ടും കൂടെ ചിന്തിക്കണം. കാരണം ഇറ്റ്സ് ഓൾസോ ദെയർ. കൺവേർഷൻ ആൻഡ് കമ്മീഷൻ ഓഫ് അപ്പോസ്റ്റൽ പോൾ, or risen Jesus, glorious Jesus, the Son of God, appearing to Apostle Paul, or Saul of Tarsus. അതാണ് മെയിൻ തീം. ഓക്കെ, ഞാൻ നമ്മുടെ ബൈബിളിലെ ആ പാരഗ്രാഫ്സ് കറക്റ്റ് ആണ്, ആ ഡിവിഷൻ. അതിന്റെ 1 മുതൽ ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും ലാസ്റ്റ് 31 വരെ ഒരു യൂണിറ്റ് ആണ്. കാരണം നോക്കി 32 ദാറ്റ് അഗൈൻ ടേൺസ് ടു പീറ്ററിനെ കുറിച്ച് പറയാൻ വേണ്ടി തിരിയുക. സോ എ നാച്ചുറൽ യൂണിറ്റ് എന്ന് പറയുന്നത് 9-ന്റെ 1 മുതൽ 31 വരെയാണ്. ഓക്കെ, അതിന്റെ സ്റ്റാർട്ടിങ് ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് ഇറ്റ്സ് എ വെരി വയലന്റ് ബിഗിനിങ്. വളരെ വയലന്റ് ആയിട്ട് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നു. പെർസിക്യൂഷൻ ആൻഡ് കില്ലിംഗ് ഓഫ് ദ ഡിസൈപ്പിൾസ്. സോ എ വയലന്റ് ബിഗിനിങ് ഓഫ് ചാപ്റ്റർ 9. Now chapter 39 verse 31 is a very peaceful ending. So ഈ നാച്ചുറൽ യൂണിറ്റിന് ഒരു വലിയ വയലന്റ് ബിഗിനിങ് ഉണ്ട്, ഒരു വളരെ പീസ്ഫുൾ ആയ എൻഡിങ്. ഓക്കെ, 34 വാക്യത്തിനാണ്. അങ്ങനെ യഹൂദിയ ഉണ്ടായി, അത് ആത്മീയ വർധന പ്രാപിച്ചു, കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനം നടന്നു പെരുകും. That's a very beautiful sentence, full of peace, joy and growth, and the fellowship of the Holy Spirit, the piety to the Lord. So it's a very beautiful end of that unit. So a very violent beginning of this chapter unit, and there is a beautiful and peaceful end to the unit. Okay, എന്റെ ബൈബിളിലും നിങ്ങളുടെ ബൈബിളിലും ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളാണ്. അതിനകത്ത് മലയാളത്തില് 7 പാരഗ്രാഫ്സ് ഉണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് ഓൾസോ ഇൻ യുവർ ബൈബിൾ ഓൾസോ. ഞാൻ 9 മുതൽ 9 വരെ ഒരു യൂണിറ്റ് ആണ്. സ്റ്റോറി ടേൺസ് ഇൻ ചാപ്റ്റർ 9 verse 10. 9-ന്റെ 10 ആ സ്റ്റോറി മാറുക. ടേണിംഗ് ടു ദിസ് ഡിസൈപ്പിൾ അനന്യാസിന്റെ സ്റ്റോറിയിലേക്ക് മാറുക. അതിനുശേഷം അതിന്റെ 18-19 വാക്യം തൊട്ട് ഈസ് അനദർ യൂണിറ്റ്. അപ്പൊ ദമസ്കോസിലുള്ള ശിഷ്യന്മാരുടെ കുറെ നാൾ പാർത്തു.
ആഫ്റ്റർ പോൾസ് കൺവെൻഷൻ. അതിനുശേഷം ഡെമസ്കോസിലുള്ള പോളിന്റെ മിനിസ്ട്രിയാണ്. അതിനുശേഷം അതിന്റെ 23 തൊട്ടുള്ള വാക്യങ്ങൾ, 23, 24, 25. There is another small unit. That's about Paul is facing persecution. അതിനുശേഷം Paul is reaching Jerusalem, and then the last section. So 7 യൂണിറ്റുകൾ എന്റെ ബൈബിളിലുണ്ട്, നിങ്ങളുടെ ബൈബിളിലുണ്ട്. 7 paragraphs, 7 subsections. ഇങ്ങനെ ഞാൻ ഈ ബൈബിളിന്റെ ഈ പാസേജിന് എടുക്കുന്ന കാര്യം ഒരു കെയർഫുൾ അനാലിസിസിന് വേണ്ടിയാണ്. പ്രീച്ചറുടെ വോളിയമോ സൗണ്ടോ അല്ല. ദ സ്ക്രിപ്ചർ മസ്റ്റ് കം ടു ദ ഹാർട്ട്സ് ഓഫ് ദ പീപ്പിൾ. ആളുകൾക്ക് ദൈവത്തിന്റെ വചനമാണ് ലഭിക്കുന്നത്. അപ്പൊ നോക്കിയേ, വളരെ ക്ലോസ് അനാലിസിസ്. ഇന്ന് രാവിലത്തെ എന്റെ ഡിവോഷന്റെ ഭാഗമാണ്. ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് ചിന്തിച്ചോണ്ടിരുന്നത്. എന്നാൽ മെയിൻ ആയിട്ട് ഞാൻ നോട്ട് ചെയ്തത് ഇന്ന് രാവിലെ. നമ്പർ 1 is this. അറസ്റ്റ് ചെയ്യാൻ പോയ ആള് അറസ്റ്റ് ചെയ്യപ്പെടുന്ന സ്റ്റോറിയായി. നോക്കിയ സ്റ്റാർട്ടിങ് വെരി വയലന്റ് ബിഗിനിങ്, ചാപ്റ്റർ 9 verse 1 onwards. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കുലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്ന്, ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെ സ്ത്രീകളെയും കണ്ടാൽ അവരെ പിരിച്ചു കെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരത്തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. That's what the story. A powerful, brutal. പൗലോസ് തന്നെ പിന്നെ പറയുന്നുണ്ട്, ഞാന് നിഷ്ഠൂരനും ഉപദ്രവിയും ദൂഷകനുമായ ഒരു ടെററിസ്റ്റ് മെന്റാലിറ്റി ഉള്ള ഒരു യൗവനക്കാരൻ. ഒരുപക്ഷെ അന്നത്തെ ഓക്സ്ഫോർഡ് എഡ്യൂക്കേഷൻ അദ്ദേഹത്തിന് ലഭിച്ചു. ഗമാലിയലിന്റെ കാൽക്കൽ, ലൂക്കോസിന്റെ ബ്യൂട്ടിഫുൾ റൈറ്റിംഗ് ആണ്. ഗമാലിയലിന്റെ കാൽക്കൽ ഇരുന്ന് പിതാക്കന്മാരുടെ ന്യായപ്രമാണം സൂക്ഷ്മതയോടെ അഭ്യസിച്ച തർസോസുകാരനായ ശൗൽ. That's what his story about. പൗലോസ് പിന്നീട് പറയുന്നതാണ്, ഞാന് നിഷ്ഠൂരനായിരുന്നു, ഉപദ്രവിയായിരുന്നു, ദൂഷകനായിരുന്നു. ഓക്കെ, യെരുശലേമില് മാത്രം ഒതുങ്ങാതെ തന്റെ ആ ഉപദ്രവത്തിന്റെ സ്പിയർ വലുതാക്കുക. ഗോയിങ് ടു ഗാലിലി ആൻഡ് ടേണിംഗ് റൈറ്റ് ടേൺ ടു ഡമാസ്കസ്. നമുക്കറിയുന്ന സിറിയയിലൊക്കെ ഡമാസ്കസ്. അപ്പൊ അങ്ങോട്ട് തിരിയാണ്. വളരെ സീൽ ഉള്ള ഒരു മനുഷ്യൻ, വളരെ സീലായിട്ട്, വളരെ ഫാരിസി, വളരെ തീവ്രമായി യഹൂദന്റെ പ്രമാണങ്ങൾക്ക് വേണ്ടിയൊക്കെ വളരെ സെലസായ, വളരെ കമ്മിറ്റഡ് ആയ ഒരു മനുഷ്യൻ. എന്നിട്ട് അവിടെ പോകുന്ന സമയത്ത് അവർ സഞ്ചരിച്ച് പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശം ഒരു വെളിച്ചം അവന് ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ന് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാവുന്ന കർത്താവേ എന്ന് ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. നോക്കണത്. സോ അറസ്റ്റ് ചെയ്യാൻ പോയ ആളെ ദമസ്കോസിനോട് അടുത്തപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഞാൻ പറയുന്നത് ഈ സ്റ്റോറി 9, 22, 26 സോ ഒരു ഉച്ചയ്ക്ക്, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ നട്ടുച്ചയ്ക്ക് സൂര്യനെ കവിയുന്ന ഒരു പ്രകാശം. The Lord of Israel is appearing to Apostle Paul. ഇവിടെ പൗലോസിന് താൻ പഠിച്ച ആ വലിയ പാരമ്പര്യങ്ങളോ പഴയ നിയമത്തിന്റെ ടെക്സ്റ്റോ ഒന്നും യേശു മശിയെ കണ്ടെത്താൻ സഹായകമായിരുന്നില്ല. പിന്നെ ഇവിടെ കർത്താവ് പൗലോസിനെ അറസ്റ്റ് ചെയ്യുക. പൗലോസ് ഒരു ചർച്ചിന്റെ ഉപദ്രവം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നതിന് അറിയാം, നൈജീരിയക്ക് അവിടെ വലിയ തീവ്രവാദികൾ ക്രിസ്ത്യൻ സഭയെ പീഡിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ മറ്റുള്ള തീവ്രവാദികളോ അല്ലെങ്കിൽ മതഭ്രാന്തന്മാരൊക്കെ ദൈവസഭയെ ഉപദ്രവിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പോൾ അങ്ങനെ വേണം നമുക്ക് കണക്ക് കൂട്ടാം. അത് മാത്രമല്ല, സഭ ഏജൻസിയാണ് ദൈവത്തിന്റെ സഭ. ക്രിസ്തുവിന്റെ ശരീരമാണ് ദൈവത്തിന്റെ സഭ. അപ്പം സഭ പുറത്തുനിന്ന് മാത്രമല്ല ഉപദ്രവങ്ങൾ നേടും, സഭയ്ക്ക് അകത്തു നിന്ന് ഉപദ്രവങ്ങളുണ്ട്. ഇതിനകത്തെ കറപ്ഷനും പൊളിറ്റിക്സും, ആ കസേരകൾക്ക് വേണ്ടിയുള്ള വടംവലിയും അതിനുവേണ്ടിയുള്ള സകല പരിശ്രമങ്ങളും എല്ലാ സഭയെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള അറ്റംപ്റ്റ്സിന്റെ ഭാഗമാണ്. സോ ബോത്ത് ഫ്രം ഇൻസൈഡ് ആൻഡ് ഫ്രം ഔട്ട്സൈഡ് അവർ തിരിച്ചറിയാതെ സാത്താന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിയ ഒരു വലിയ സമൂഹം സഭയ്ക്കകത്ത് പുറത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് പുറത്താണെങ്കിലും അകത്താണെങ്കിലും കർത്താവിന്റെ സഭയെ നശിപ്പിക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും ദൈവത്തിന്റെ പ്ലാനിനെതിരായിട്ടുള്ള പരിശ്രമം. എന്നാൽ പൗലോസോട് ചെയ്യുന്നത് പൗലോസ് അറിയാതെയാണ് ചെയ്യുന്നത്, അറിയാതെയാണ്. നോക്കി, ഇവിടെ ഇസ്രായേലിന്റെ ദൈവം ആ മുഴുമഹത്വത്തോടും പൗലോസിന്റെ മുമ്പിൽ വെളിപ്പെട്ടപ്പോൾ ഫേസ് ടു ഫേസ്
നസ്രയനായ യേശുമായി ഉയർത്തെഴുന്നേറ്റ കർത്താവുമായിട്ട് പൗലോസ് കൺഫ്രണ്ട് ചെയ്യുക. പൗലോസ് കർത്താവിനോട് ചോദിക്കുക, നീ ആരാകുന്നു കർത്താവേ? ലൈറ്റ് വന്നത് മുകളിൽ നിന്ന്, ഇറ്റ്സ് വെരി ഗ്ലോറിയസ്. പക്ഷെ പൗലോസ് ഗമാലിയേലിന്റെ കാൽക്കൽ നിന്ന് പഠിച്ചപ്പോൾ ആ സീനായി മലയുടെ മുകളിലേക്ക് ഇറങ്ങി വരുന്ന ദൈവദേശത്തിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ പൗലോസ് ലഭിച്ചു കാണാം. So he knew that the Lord of Israel is a Lord of glory. But now it is appearing like a Sinai. ഒരു ചെറിയ തിയോഫനിയുടെ ദൈവപ്രത്യക്ഷതയുടെ ഒരു ചെറിയ ഗ്ലിംസ് പൗലോസിനോട്ട് ഫേസ് ടു ഫേസ് വരികയാണ്. പൗലോസ്, നീ ആരാകുന്ന കർത്താവേ? നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. That's what the reply of Jesus. ഇവിടെ വെച്ചാണ് ഞാൻ സാധാരണ പ്രസംഗങ്ങളിൽ പറയാറുള്ളത് പോലെ, അകത്തെ കണ്ണ് തുറന്നു, പുറത്തെ കണ്ണ് അടഞ്ഞു. പോൾ became blind. എന്നാൽ തന്റെ എഡ്യൂക്കേഷനോ തന്റെ സമ്പ്രദായങ്ങളോ പാരമ്പര്യങ്ങളോ ഒന്നും പൗലോസിന്റെ കണ്ണ് തുറക്കാൻ പര്യാപ്തമായിരുന്നില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നത് ക്രിസ്ത്യാനിറ്റി ഈസ് an act of revelation of God. ദൈവത്തിന്റെ കൃപയാൽ ദൈവം കണ്ണ് തുറക്കുമ്പോഴാണ് ആ തേജസ്സിനെയും ക്രൂശിൽ വെളിപ്പെട്ട ദൈവസ്നേഹത്തെയൊക്കെ നാം തിരിച്ചറിയുവാനിടയാകുന്നത്. നമ്മുടെ സ്റ്റോറിയും ഇത് വ്യത്യസ്തമായ സ്റ്റോറിയല്ല. പൗലോസിനെ പോലെ തന്നെ നാമും പാരമ്പര്യങ്ങളിലും അതുപോലെ തന്നെ ആ സമ്പ്രദായങ്ങളൊക്കെ കുടുങ്ങിക്കിടന്നവരാണ്. ഇതുപോലെ തന്നെ ഒരു ഡമാസ്കസ് എക്സ്പീരിയൻസ് ദൈവം നമുക്ക് വേണ്ടി തരുവാനിടയായി തീർന്നു. ആ കണ്ണ് തുറക്കുന്ന ആ ഒരു വലിയ നമ്മുടെ ബന്ധുക്കൾ, ചാർച്ചക്കാർ, ഒരുപാട് ആളുകൾ ഇപ്പോഴും ഈ പാരമ്പര്യങ്ങളിൽ അല്ലെങ്കിൽ അവരറിഞ്ഞിരിക്കുന്നതായ രീതിയിൽ ഇപ്പോഴും ഒരു ബ്ലൈൻഡഡ് ആയിട്ടിരിക്കുകയാണ്. എന്നാൽ എവിടെ നോക്കി അറസ്റ്റ് ചെയ്യാൻ പോയ ആളെ കർത്താവ് അറസ്റ്റ് ചെയ്യാം. എന്നാൽ ഈ ഒരു മൂമെന്റ് പൗലോസിന്റെ ജീവിതത്തിലെ വലിയ ട്രാൻസ്ഫോമിംഗ് ആയ ഇവന്റ് ആയി. പിന്നീട് ഫിലിപ്പ് ലേഖനത്തിലൊക്കെ പൗലോസ് പറയുന്നതാണ്, ഞാൻ എന്റെ മെറിറ്റ് ഇതാണ്, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവനാണ്, ഞാൻ പരീക്ഷനാണ്, ഞാൻ ഇസ്രായേൽ ജാതിക്കാരനാണ്, ഞാൻ ബെന്യാമിൻ ഗോത്രക്കാരനാണ്. എന്നിട്ട് പൗലോസ് പിന്നെ പറയാം, എനിക്ക് ലാഭമായിരുന്നെല്ലാം ഞാൻ ക്രിസ്തു നിമിത്തം ചെയ്തവൻ തന്നെ ഇരിക്കുക. ടോട്ടൽ ടേണിംഗ്. പിന്നെ നമ്മൾ കാണുന്നത് പാഷൻ ടു നോ ജീസസ്. കർത്താവിനെ അറിയുവാനുള്ള പാഷൻ, അവനെ അറിയേണ്ടത്, അവനിൽ ഇരിക്കേണ്ടത്, അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവരുടെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ച്. The only passion of Apostle Paul to preach Jesus, to preach the gospel, to go wherever യേശുവിന്റെ നാമം കേട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ പോവുക, പ്രസംഗിക്കുക, totally committed. ഈ ഡമാസ്കസ് എക്സ്പീരിയൻസ് പൗലോസിന്റെ ജീവിതയാത്രയിൽ താൻ ഓടി തീർത്ത് ആ റോമിൽ ഒരു ചരിത്രം പറയുന്നത് പോലെ ഒരുപക്ഷെ തന്റെ തല ഒരു പടയാളി വെട്ടി അത് വീണോട് ഉരുളുന്ന സമയം വരെ എ പാഷൻ ടു നോ ജീസസ് മോർ, ടു ലവ് ജീസസ് മോർ, ടു സ്റ്റാൻഡ് ഫോർ ദ ഗോസ്പൽ ഓഫ് ജീസസ്. കർത്താവിന്റെ സുവിശേഷത്തിന് വേണ്ടി നിൽക്കാൻ തക്കാണ്. കാരണം പൗലോസിന് മനസ്സിലായി ജീസസ് ഇസ് ദ ലോർഡ് ഓഫ് ഗ്ലോറി, ഇസ് ദ ലോർഡ് ഓഫ് ഇസ്രായേൽ. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് പൗലോസിന്റെ ജീവിതത്തിൽ. പിന്നെ നമ്മൾ കാണുന്ന വലിയ കമ്മിറ്റ്മെന്റ് ആണ്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നു, സൺഡേ സ്കൂൾ ചെറിയ ഒരു ഓഫറിംഗ് ആണ്. എവറിത്തിങ് ഈസ് ഫോർ ദ ചർച്ച്. ഇത് പൗലോസ് അറിവില്ലായി ശ്രമിച്ചത് ഇറ്റ് വാസ് ടോട്ടലി എഗ്നസ്. പിന്നീട് ഞാന് ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ, അപ്പൊ അതുകൊണ്ട് ദൈവം പണിയാൻ ആഗ്രഹിച്ചതായ ദൈവസഭയെ നശിപ്പിച്ചത് പൗലോസിന്റെ മനസ്സിൽ എന്നും ഒരു കുറ്റബോധമായി പോകണം. എന്നാൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ ശുശ്രൂഷകൾ ദൈവസഭയിൽ, നമ്മളെ നട്ട ദൈവസഭയിൽ നാം ചെയ്യുന്ന ചെറിയ ചെറിയ ശുശ്രൂഷകളെല്ലാം ഇറ്റ് ഈസ് ഓൾസോ ഫോർ ദ ചർച്ച്. സൺഡേ സ്കൂൾ ഈസ് ഫോർ ദ ചർച്ച്, സെമിനാരി ഈസ് ഫോർ ദ ചർച്ച്, ബൈബിൾ സൊസൈറ്റി ഈസ് ഫോർ ദ ചർച്ച്, പ്രിന്റിംഗ് ബൈബിൾ ഈസ് ഫോർ ദ ചർച്ച്. കാരണം ഗോഡ്സ് ഏജൻസി ഓൺ ദിസ് എർത്ത് ഈസ് ദ ചർച്ച്. എഫേസ്യർ 3 പൗലോസ് പറയുന്നുണ്ട്, ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ അനാദിയായ നിർണയം സഭ മുഖാന്തരം വെളിവായി വരുന്നുള്ളതാണ്. റിജോയ്സിന്റെ ഒരു പാർട്ടും അല്ലെങ്കിൽ IPCയുടെ അല്ലെങ്കിൽ മറ്റ് ചർച്ചകളുടെ ഒരു പാർട്ട് വരുന്ന അവിടെയാണ്. No, we are elected by God. Our eyes are opened by the Lord to stand for the gospel. സഭയ്ക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ തക്കാണ് പൗലോസിനെ പോലെ അന്നത്തെ പോലെ ഇന്ന് ഈ കാലഘട്ടത്തിൽ കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രിവിലേജ് ടു പാർട്ട് ഓഫ് ദ സ്റ്റോറി ഓഫ് ദ ലൈറ്റ് ഇൻ ദ വേൾഡ്. കർത്താവിന്റെ സുവിശേഷത്തിന്റെ ഭാഗമായി നിൽക്കുവാൻ, ചെറിയ ചെറിയ ശുശ്രൂഷകൾ ദൈവസഭയോടൊപ്പം ചെയ്യുവാൻ നമുക്ക് ലഭിച്ച അവസരങ്ങൾ എത്ര വിലയേറിയതാണ് നാം തിരിച്ചറിയാം. ഞാൻ ആദ്യം പാടിയ പാട്ട് പോലെ, ശത്രുവായ എന്നെ ദൈവമിത്രമാക്കിയ കാൽവരി ക്രൂശിൽ കാണും സ്നേഹത്തിന്റെ പൂർണ്ണത,
രക്തവും ചിന്തി യേശു എന്നെ രക്ഷിപ്പാൻ, ഈ സ്നേഹസ്വരൂപൻ എന്ന ആത്മസ്നേഹിതൻ. എ പാഷൻ ടു ലവ് ജീസസ് മോർ, എ പാഷൻ ടു stand for the kingdom of God, a passion to work for the glorious gospel of Jesus Christ, the one and only gospel of Jesus Christ. Now that's what this passage number 1 says, that അറസ്റ്റ് ചെയ്യാൻ പോയ ആള് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റോറിയാണ്. നമ്പർ 1. നമ്പർ 2, ഈ പാസേജിൽ നിന്ന് കർത്താവിന്റെ മനസ്സിൽ പ്രകാശിപ്പിച്ചത്, ഓക്കെ, പെർസിക്യൂട്ട് ചെയ്യാൻ പോയ ആളാ പൗലോസ്. നോക്കി അതിന്റെ 23 മുതലുള്ള വാക്യങ്ങളിലേക്ക്, 19 മുതലുള്ള വാക്യങ്ങളിലേക്ക് നോക്കി. അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരുടെ കൂടെ അവിടെ പാർത്തു. യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. കേട്ടവരെല്ലാം വിസ്മയിച്ചു. യെരൂശലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നാശം ചെയ്തവനല്ലയോ? ഇവിടെയും അവരെ പിടിച്ചു കെട്ടി മഹാപുരോഹിതന്മാർ അടുക്കൽ കൊണ്ടുപോകുവാൻ വന്നെന്ന് പറഞ്ഞു. ശൗലോ മേൽമേൽ ശക്തി പ്രാപിച്ചു. യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. കുറെ നാൾ കഴിഞ്ഞപ്പോൾ, മേ ബി ആഫ്റ്റർ 3 years, കുറെ നാൾ കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു. ശ്രദ്ധിക്കണം, പൗലോസ് ദമസ്കോസിലേക്ക് വന്നത്, അല്ലെങ്കിൽ ശൗൽ ദമസ്കോസിലേക്ക് വന്നത് സഭയെ, ശിഷ്യന്മാരെ ഉപദ്രവിക്കാൻ വേണ്ടി. 9:1 സ്റ്റാർട്ട് ചെയ്യുന്ന ശിഷ്യന്മാരുടെ നേരെ ഈ മാർഗം, ഈ ശിഷ്യന്മാർ, ദാറ്റ്സ് ദ നെയിം. പിന്നെ ആ ക്രിസ്ത്യൻസ് എന്നുള്ള പേരൊക്കെ നമ്മൾ പറഞ്ഞ ചാപ്റ്റർ 11 അന്ത്യോക്യയിൽ വെച്ചാണ് അവർ ക്രിസ്ത്യാനി, ഡിസൈപ്പിൾസ് ഓഫ് ജീസസ്. So persecuting the disciples. Now he came to persecute the disciples. ഇവിടെ നമ്മൾ കാണുന്നു, നോക്കി അതിന്റെ 23 മുതലുള്ള വാക്യങ്ങളിൽ, persecutor become persecuted. ഉപദ്രവിക്കാൻ വന്നയാള് ഇപ്പോൾ ഉപദ്രവിക്കപ്പെടുകയാണ്. നോക്കി അവിടെയാ, രാത്രിയും പകലും അവനെ കൊല്ലുവാൻ, രാത്രിയും പകലും ആ ഗോപുരങ്ങളിൽ കാവൽ വെച്ചു. എന്നാൽ അവന്റെ ശിഷ്യന്മാർ ദമസ്കോസിൽ രാത്രിയിൽ അവനെ ഒരു കൊട്ടയിലാക്കി മതിൽ വഴിയായി ഇറക്കി വിട്ടു. ഞാനിത് വായിച്ചപ്പോ ചിന്തിച്ചു, ഈ 9:1 വായിക്കണം. 9:1-2 വാക്യങ്ങൾ. ദമസ്കോസിലേക്കുള്ള പവർഫുള്ളായ തർശോസുകാരനായ ശൗലിന്റെ യാത്ര. ഒരു കയ്യിൽ അധികാരപത്രമുണ്ട്, കൂടെ ആളുണ്ട്, ആയുധങ്ങളുണ്ട്. അവിടെയുള്ള ശിഷ്യന്മാരെ, സഭയെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള വളരെ, ലോകത്തിന്റെ കണ്ണിലൂടെ നോക്കിയാൽ എ പവർഫുൾ മൂവ് ഫ്രം ജെറുസലേം ടു ഡമാസ്കസ്. ആ ഒരു വാക്യം വായിച്ചിട്ട് നിങ്ങൾ ആ വാക്യത്തിന് ശേഷമുള്ള യാതൊരു സ്റ്റോറിയും വായിക്കൽ, കൺവെർഷൻ സ്റ്റോറിയോടെ വിടുക. നേരെ ഈ 23, 24, 25 ജമ്പ് ചെയ്താൽ, ഗോയിങ് ടു ഡമാസ്കസ്, കമ്മിങ് ഫ്രം ഡമാസ്കസ്, ഭയങ്കര അന്തരമാണ്. എന്താ അന്തരം? ഡമാസ്കസിലേക്ക് പോകുന്നത് എന്റെ ഭാവനയിൽ ഒരു കുതിരപ്പുറത്തൊക്കെ കയറിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ആളുകളുടെ കൂടെ ശക്തമായി ഒരു മതത്തിന്റെ മുഴുവൻ സപ്പോർട്ടോടുകൂടെ അന്നത്തെ മഹാപുരോഹിതന്റെ അധികാരപത്രത്തോടു കൂടിയ ഡമാസ്കസിലേക്ക് പോകുന്നത്. തിരിച്ച് കൊട്ടയ്ക്കകത്ത് രാത്രിയിൽ ആരും അറിയാതെ പുറത്തു വെച്ചാൽ കൊന്നുപോകപ്പെടുന്ന പ്രതീതിയിൽ ദമസ്കോസിൽ പൗലോസിനെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി രാത്രിയും പകലും കാവൽ വെച്ചിട്ട് അവിടുന്ന് ഒരു കൊട്ടയ്ക്കകത്ത് ഇറക്കി വിടുന്നത്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു? ഈ 3 വർഷത്തിന്റെ ഗ്യാപ്പ് ഉണ്ട് ഇത് രണ്ടിനും. വാട്ട് ഹാപ്പൻ ഇൻ ബിറ്റ്വീൻ? ഇത്ര ശക്തനായ ഒരു മനുഷ്യൻ, ഇത്ര കഴിവുള്ള ഒരു യൗവനക്കാരൻ, വളരെ എഡ്യൂക്കേറ്റഡ് ആയ മനുഷ്യൻ, എന്തുകൊണ്ടാണ് രാത്രിയിൽ ഇങ്ങനെ ഒരു കമോഡിറ്റി പോലെ കൊട്ടയ്ക്കകത്ത് ഇറക്കേണ്ടി വന്ന സ്റ്റോറി? ഞാനിത് വായിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്ന കഥ വന്നൊരു ചിന്ത എന്നറിയാമോ? ഇതിന്റെ ഇടയിൽ എന്താ സംഭവിച്ച പാസ്റ്റർ എന്ന് ചോദിച്ചാൽ, ഇതിന്റെ ഇടയിൽ സംഭവിച്ചത്, ഈ മനുഷ്യൻ തന്റെ ദമസ്കോസിലേക്കുള്ള യാത്രയിൽ ഒരു നട്ടുച്ചയ്ക്ക് ദമസ്കോസിൽ എത്തുന്നതിന് മുമ്പ് ഉയർത്തെഴുന്നേറ്റ നസ്രയനായ യേശുവിനെ കണ്ടുമുട്ടി എന്നുള്ളതാണ് ആ സ്റ്റോറിയുടെ കാരണം. ശ്രദ്ധിച്ചേ, ഇന്നത്തെ സുവിശേഷ പ്രസംഗങ്ങളെല്ലാം എങ്ങനെയാ പോകുന്നത് അറിയാമോ? കർത്താവിനെ അറിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം വ്യത്യാസപ്പെടുമെന്നാണ്. കർത്താവിനെ അറിഞ്ഞാൽ വലിയ ഡ്രാസ്റ്റിക് ആയ ചേഞ്ചസ് ഉണ്ടാകുമെന്നാണ്. അതെല്ലാം കറക്റ്റാ. നമുക്ക് സുവിശേഷം അറിഞ്ഞ നാൾ മുതൽ ഇന്ന് വരെ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. നമുക്ക് പുരോഗതിയെ ഉണ്ടായിട്ടുള്ളൂ. നമ്മുടെ പല ഏരിയകളിൽ സുവിശേഷം ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, വീടിനോടുള്ള ബന്ധത്തിൽ, ജോലിയോടുള്ള ബന്ധത്തിൽ, സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ അഭിവൃദ്ധി പ്രാപിച്ചിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അറിയാമോ? കർത്താവിന് വേണ്ടി നിൽക്കുന്നതിനകത്ത് അന്നും ഇന്നും ഒരു റിസ്ക്കും ഒരു ചലഞ്ചും ഉണ്ടെന്ന് നാം തിരിച്ചറിയണം. ഒരുപക്ഷെ ഒരു വീട്ടിൽ നിന്നൊക്കെ ആദ്യമായിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങുമ്പോൾ എത്രമാത്രം പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ടെന്ന് അറിയാമോ? ഇറാനിലും നൈജീരിയയിലും ഞാൻ പ്രസംഗിക്കുമ്പോൾ വലിയ പ്രയാസങ്ങളിലൂടെ ആളുകൾ കടന്നു പോവുകയാണ്. കർത്താവിനെ അറിയുന്നത് മുഖാന്തരം, യേശുവിനെ കർത്താവ് എന്ന് പറഞ്ഞാൽ
ജീവൻ പോകുന്നത് പോലെയുള്ള സാഹചര്യങ്ങളുടെ ഒരുപാട് ആളുകൾ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ കടന്നു പോകുന്നുണ്ട്. ഖത്തറിലും കേരളത്തിലും കോട്ടയത്തൊക്കെ നാം സേഫ് സോണിലായിരിക്കാം. വലിയ ചലഞ്ചസിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകൾ ഉണ്ടെന്ന് തിരിച്ചറിയണം. ആധുനിക പ്രശ്നങ്ങളെ കുറച്ചൊക്കെ വഴിമാറിപ്പോയിട്ടുണ്ട്. എന്നാൽ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ ഇതുപോലുള്ള പ്രയാസങ്ങളിലൂടെ ചിലപ്പോൾ കടന്നു പോകേണ്ടി വന്നേക്കാം. ചലഞ്ചസിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. ലോകത്തോടും പിശാചിനോടും പാപത്തോടും നിരന്തരമായി യുദ്ധം ചെയ്യേണ്ടി വന്നേക്കാം. ക്രൂശ് എടുത്ത് അനുഗമിക്കുന്നത് ഒരിക്കലും ചിലപ്പോൾ എളുപ്പമായില്ല എന്ന് വന്നേക്കാം. ഡിഫിക്കൽട്ടായ സാഹചര്യങ്ങളുടെ ഇന്ത്യയിലെ സ്റ്റോറി ഒരു പക്ഷെ നാളെ മാറിയേക്കാം. ഈ പുസ്തകമായിട്ട് നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യങ്ങൾ ഇവിടെ സംജാതമായെന്ന് വന്നേക്കാം. വാട്ട് ഐ ആം ടെല്ലിങ് ഈസ് ദാറ്റ് കർത്താവിന്റെ നാമനിമിത്തം പ്രയാസങ്ങളുടെ ഉപദ്രവങ്ങളുടെ കടന്നു പോകേണ്ടി വന്നത്. അതെന്റെ മനസ്സായിട്ട് ഞാൻ പറഞ്ഞ പോലെ കർത്താവിനെ അറിഞ്ഞതുകൊണ്ടാൽ സമാധാനവും സന്തോഷവും കുടുംബത്തിന്റെ അഭിവൃദ്ധിയും ഭൗതിക സാഹചര്യങ്ങളും ജോലിയും പല കാര്യങ്ങളും നാം ചിന്തിക്കുന്നത് നിലയ്ക്കുന്നതിനേക്കാളെല്ലാം ഉപരിയായി കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ക്രൂശിന്റെ ആ വേദനയും ചലഞ്ചസും ലോകത്തോടും പാപത്തോടും ഇരുട്ടിനോടും ഒക്കെ പോരാടി ജീവിക്കുന്നതിന്റെ ഒരു വലിയ പ്രതിസന്ധി എല്ലാം ഒരു സൈഡിലുണ്ടെന്ന് നാം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് ഒരു സൈഡിൽ ഞാൻ ചിന്തിക്കുക, ഈ മനുഷ്യൻ ഡമാസ്കസിലേക്ക് പോകുമ്പോൾ ലോകത്തിന്റെ കണ്ണിൽ അദ്ദേഹം വളരെ സ്മാർട്ടാണ്. ഒരു മതത്തിന്റെ മുഴുവൻ ബാക്കപ്പ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് സംവിധാനങ്ങളുണ്ട്, ആയുധങ്ങളുണ്ട്, ആൾബലമുണ്ട്. എന്നാൽ ദൈവത്തെ കൂടാതെയുള്ള ഇതെല്ലാം വെറുതെ. എന്നാൽ കർത്താവ് കൂടെ ഉള്ളപ്പോൾ ഒരു ബാസ്ക്കറ്റിനകത്ത് ഒതുങ്ങത്തക്ക രീതിയിലുള്ള കഷ്ടതയിലൂടെ കടന്നുപോയാലും ദ ലോർഡ് ഈസ് വിത്ത് us. ആ സാഹചര്യങ്ങളും ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ, ദൈവം നമ്മളെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ്. വലിയ വലിയ വിശാലമായ സാഹചര്യങ്ങളോട് പോയിട്ട് ദൈവത്തെ കൂടാതെയുള്ള യാത്രയാണെങ്കിൽ അത് വളരെ വളരെ ഖേദകരമായ യാത്രയാണ്. എന്നാൽ വളരെ ഞെരുങ്ങിയ യാത്രയാണെങ്കിലും ഇതിനകത്ത് കർത്താവിന്റെ ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ ദാറ്റ്സ് എ ബ്ലെസ്സഡ് ജേർണി. ഇന്ന് രാത്രി എനിക്കറിയാം, എന്നെ കേൾക്കുന്ന നമ്മളെല്ലാം ജീവിതത്തില് ഈ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടെന്ന് എനിക്കറിയാം. സാഹചര്യങ്ങളുടെ നടുവിലാണെങ്കിലും ഞങ്ങളുടെ ഏറ്റവും വലിയ ട്രഷർ എന്ന് പറയുന്നത് ഞങ്ങളുടെ സാഹചര്യങ്ങളെക്കാൾ ഉപരിയായി, ഞങ്ങളുടെ സംവിധാനങ്ങളെക്കാൾ ഉപരിയായി ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളുടെ സഭയിലുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഞങ്ങളിലുണ്ട്. ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സുവിശേഷ നിമിത്തം പലവിധങ്ങളും ഞങ്ങൾ ബന്ധുക്കളും ചാർച്ചക്കാരും നേരിടുന്നുണ്ടായിരിക്കാം. അതിന്റെ നടുവിലും ഞങ്ങളുടെ ചെറിയ സാഹചര്യ നടുവിലും കർത്താവ് ഞങ്ങളുടെ ഉണ്ടെന്നുള്ളത് വളരെ ഗ്ലോറിയസ് ആയ ഒരു കാര്യമാണ്. ലോകം മുഴുവൻ നേടിയാലും കർത്താവ് നമ്മുടെ ഭാഗത്തില്ലെങ്കിൽ വലിയ നഷ്ടമാണെന്ന് യേശു തന്നെ പഠിപ്പിക്കുക. എന്നാൽ എത്ര ചെറിയ സാഹചര്യങ്ങളാണെങ്കിലും കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ലാഭമാണ് അറിയുവാനിടയായി തീരണം. അങ്ങോട്ടുള്ള ദമസ്കോസിലേക്കുള്ള യാത്രയിൽ ആൾബലമെല്ലാം ഉണ്ടായിരുന്നു, സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു, കൂടെ നിൽക്കാൻ ആളുണ്ടായിരുന്നു. അല്ല, ഇങ്ങോട്ട് രാത്രിയിൽ ഒറ്റയ്ക്കായിരിക്കും ഒരുപക്ഷെ ബാസ്ക്കറ്റിനകത്ത് ഇറക്കി വിടുന്ന ആ വലിയ ചെറിയ സാഹചര്യത്തിലും എന്നാൽ കർത്താവിന്റെ ഒരു സീല്, അംഗീകാരത്തിന്റെ സീല് ആ കൊച്ചു യാത്രയ്ക്കകത്തുണ്ടായിരുന്നു നാം തിരിച്ചറിയുവാനിടയായി തീരണം. സോ ദിസ് ചാപ്റ്റർ സ്പീക്സ് അബൌട്ട് two different journeys of Apostle Paul. From Jerusalem to Damascus and from Damascus back to Jerusalem. ഈ രണ്ട് യാത്രകളുടെ വ്യത്യാസം കർത്താവിന്റെ സുവിശേഷത്തിന്റെ വ്യത്യാസമാണ്. ഞങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപക്ഷെ 2 ജനറേഷൻ മുമ്പ് ഈ കോട്ടയത്തിന്റെ മണ്ണിലൊക്കെ എത്രയോ ആളുകൾ ഏതെല്ലാം പ്രതിസന്ധിയിലൂടെ സന്തോഷം അവരുടെ ചെറിയ സാഹചര്യങ്ങളിൽ കർത്താവ് കൂടെ ഉണ്ടെന്നുള്ളതായിരുന്നു. ഇടുക്കത്തിന്റെ കണ്ണുനീരിന്റെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. അതിനെല്ലാം നടുവിലും ഭക്തന്മാരെല്ലാം ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പിൽ, കർത്താവിന്റെ വിശ്വസ്തയുടെ ഉറപ്പിൽ യാത്ര ചെയ്യുവാൻ. അത് തന്നെയാണ് ജോസഫിന്റെ സ്റ്റോറി, അത് തന്നെയാണ് ദാവീദിന്റെ സ്റ്റോറി, അത് തന്നെയാണ് മോശയുടെ സ്റ്റോറി, അത് തന്നെയാണ് ശമൂവേലിന്റെ സ്റ്റോറി, അത് തന്നെയാണ് പൗലോസിന്റെ സ്റ്റോറി. ദാറ്റ്സ് ദ സ്റ്റോറി ഓഫ് പീറ്റർ ആൻഡ് ദാറ്റ്സ് ദ സ്റ്റോറി ഓഫ് ജീസസ് ഹിംസെൽഫ്, ഗോഡ്സ് പ്രസൻസ്. അവരെല്ലാം പോയ പാതകളൊന്നും അത്ര എളുപ്പമുള്ള പാതകളായിരുന്നില്ല. ദൈവത്തിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി, വചനത്തിന് വേണ്ടി നിൽക്കുക എന്നുള്ളത് എല്ലാം ചലഞ്ചസ് ആയിരുന്നു. ദാനിയേലിനെ പോലുള്ളവരൊക്കെ സിംഹക്കുഴിക്കകത്ത് ഒറ്റയ്ക്കാകേണ്ട സാഹചര്യം. എന്നാല് ദൈവത്തിന്റെ സീല് അവരുടെ കൂടെ ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ ഒരു ബ്ലെസ്സിങ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. രാത്രി നമുക്ക് പറയാം, കർത്താവേ, ഞങ്ങളുടെ സാഹചര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അവിടുത്തെ സാന്നിധ്യത്തിന്റെ നിറവിൽ, അവിടുത്തെ കൃപയുടെ നിറവിൽ, അവിടുത്തെ അംഗീകാരത്തിന്റെ മറവിൽ ആ യാത്രയിൽ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള യാത്രയാകാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ, സഭയുടെ യാത്രയിലെല്ലാം കർത്താവ് തന്നെ നമ്മളെ നടത്തട്ടെ, കർത്താവ് തന്നെ നമ്മളെ പരിപാലിക്കട്ടെ. സോ അറസ്റ്റ് ചെയ്യാൻ പോയാൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സ്റ്റോറിയാണിത്. 2, ഉപദ്രവിക്കാൻ വേണ്ടി പോയ ആള് ഉപദ്രവിക്കപ്പെടുന്ന സ്റ്റോറിയാണ് ആക്ട്സ് ചാപ്റ്റർ 9. മറ്റൊരു ചെയ്യുന്നതിന്റെ മനസ്സിലേക്ക് കത്താവുന്നത് ഇതാണ്. നോക്കി, അതിനകത്ത് അതിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ ബ്യൂട്ടിഫുൾ ആയ ഒരു പാസേജ് ആണ്. ഈ മനുഷ്യൻ നിലത്ത് വീട് 3 ദിവസം ഒന്നും
കഴിക്കാനും കുടിക്കാനും വയ്യാതെ ബ്ലൈൻഡ് ആയിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോസ്റ്റൽ പോളിന്റെ സാഹചര്യം. ഓക്കെ. എന്നാൽ അനന്യാസ് എന്ന പേരുള്ള ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. സ്റ്റോറി ചേഞ്ചസ് ടു അനന്യാസ്. അവന് രാത്രി ദർശനത്തിൽ കർത്താവ് അനന്യാസ് എന്ന് വിളിച്ചു. ഞാൻ വായിച്ചു ചിന്തിച്ചു, അനന്യാസും കർത്താവുമായിട്ടൊക്കെ എത്ര സ്വീറ്റായ ബന്ധം ഉണ്ടായിരുന്നേ. രാത്രിയില് ഒരു സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ കർത്താവ് അനന്യാസെ എന്ന് വിളിക്കുക. നമ്മൾ ഈ സ്റ്റോറി വായിക്കുന്ന അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു, ശമൂവേലിനോട് ദൈവം സംസാരിച്ചു, മോശയോട് ദൈവം സംസാരിച്ചു എന്നൊക്കെ. ന്യൂ ടെസ്റ്റ്മെന്റ് ഓൾസോ the Lord is speaking to Ananias in a dream. ഓക്കെ. അനന്യാസിനോട് അനന്യാസെ എന്ന് വിളിച്ചു. വളരെ പേഴ്സണൽ, ഞാൻ ബിജു ബ്രദർ എന്നോ അല്ലെ ജിം ബ്രദർ എന്നൊക്കെ വിളിക്കുന്ന പോലെ രാത്രിയിൽ കർത്താവ് അനന്യാസ് എന്ന് വിളിക്കുക. അനന്യാസ്, കർത്താവെ അടിയനിതാ എന്ന് പറഞ്ഞു. കർത്താവിനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർശോസുകാരനായ ശൗൽ എന്ന പേരോട് അന്വേഷിക്കണം. കൃത്യ അഡ്രസ്സാ. ഇന്ന് ഗൂഗിൾ മാപ്പോ സംവിധാനമല്ല, കൃത്യം നേർവീതി എന്ന തെരുവിൽ യൂദായുടെ വീട്ടിൽ ചെന്ന് തർശോസുകാരനായ ശൗൽ എന്നുള്ളവന് എന്ന് പേരോട് അന്വേഷിക്കണം. അവൻ പ്രാർത്ഥിക്കുന്നു. ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഈ 3 ദിവസം കണ്ണ് കാണാതെയും ഭക്ഷണം കഴിക്കാതെ ഇരുന്ന ഈ പൗലോസ് നോക്കണം, എന്ത് വലിയ എക്സ്പീരിയൻസ് ആണെന്നറിയാമോ. ആ തേജസ്സിന്റെ മുഖം നേരിട്ട് കണ്ടു. കണ്ണ് കാണാൻ വയ്യാതെ കംപ്ലീറ്റ്ലി ബ്ലൈൻഡഡ്. കഴിക്കാനും കുടിക്കാനും പറ്റാത്ത 3 ദിവസം പൗലോസ് യൂസ് പ്രേയിങ്. കഥ പറയാം, അവൻ പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, നോക്കി, അനന്യാസ് എന്ന പേരുള്ള ഒരു പുരുഷൻ അകത്ത് വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്റെ മേൽ കൈവെക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു. കഥ പറയാം, അവന് ഞാനൊരു ദർശനം കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അനന്യാസ് എന്ന പേര് പറഞ്ഞുള്ള പുരുഷൻ അവിടെ വന്ന്, ഞാൻ ഇത് വായിച്ചപ്പോ ചിന്തിച്ചെന്നറിയാമോ, God is operating on 2 ends. പൗലോസിന്റെ വശത്തും ദൈവം പ്രവർത്തിക്കുന്നു, അതുപോലെ തന്നെ അനന്യാസിന്റെ വശത്ത് ദൈവം പ്രവർത്തിക്കുക. ഈ ഒരു പ്രശ്നത്തിന് 2 സൈഡിലും ദൈവം ഈസ് സൈമൾട്ടേനിയസ്ലി ആക്ടിങ്. പൗലോസിന്റെ സൈഡിൽ പൗലോസ് പ്രാർത്ഥിച്ചപ്പോൾ അനന്യാസ് എന്ന് പേര് പറഞ്ഞ ഒരാൾ വന്ന് പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അനന്യാസിനോട് പറയാം. അവിടെ ഒരു ദർശനം കൊടുക്കുക. എന്നിട്ട് അനന്യാസിന്റെ സൈഡിൽ അനന്യാസ് പറയാ, നേർവീതി എന്ന തെരുവിൽ യൂദായുടെ വീട്ടിൽ തർശോസുകാരനായ ശൗൽ എന്ന പേരുള്ള ബോത്ത് എൻഡ്സ്. ഇത് ജീവിതത്തിൽ എത്രയോ സന്ദർഭങ്ങളിൽ ഇങ്ങനെ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ നമ്മുടെ എല്ലാ ജീവിതത്തിലൂടെ ചിന്തിക്കുക. നോട്ട് ഇൻ വൺ പ്ലേസ്, ബട്ട് ഗോഡ് ഈസ് ഓപ്പറേറ്റിംഗ് ഇൻ മെനി പ്ലേസസ്. 2 സൈഡിലും പ്രതിസന്ധിയുടെയോ പ്രശ്നങ്ങളുടെയോ ഐഷ്യുവിന്റെയോ 2 സൈഡിലും ദൈവം പ്രവർത്തിക്കുക. ഒരു എക്സാമ്പിളൂടെ പറയാൻ മാസ്റ്റർ എന്ന് ചോദിച്ചാൽ, ചാപ്റ്റർ 10 ഒരു ഒറ്റ പേജോട് മുന്നോട്ട് മറിച്ചാൽ അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായമാണ്. അവിടെ കൊർന്നല്യോസിന്റെ വീട്ടിൽ മാത്രമല്ല ദൈവം പ്രവർത്തിക്കുന്നത്, പത്രോസിന് ദർശനം കൊടുക്കുക. സോ പീറ്റർ സെന്റ് ആൻഡ് കൊർന്നല്യോസ് സെന്റ്. ഗോഡ് ഈസ് വർക്കിംഗ് ഓൺ ബോത്ത് ഹാൻഡ്സ്. 2 സൈഡിലും ദൈവം പ്രവർത്തിക്കുക. ഒരു എക്സാമ്പിളൂടെ പറയാമെന്ന് ചോദിച്ചാല്, പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ ഒരു കൊച്ചു ബാസ്കറ്റിനകത്ത് മോശ എന്ന് പറയുന്ന കൊച്ചു ബാലകരെ കൊണ്ട് വെക്കുമ്പോൾ ദൈവം ഇഖോബേദിനും മിരിയാമിനും തന്റെ സഹോദരിക്കും ഒരു ഗ്രേസ് കൊടുക്കുക, ഒരു കാഴ്ചപ്പാട് കൊടുക്കുക, ഒരു ധൈര്യം കൊടുക്കുക. ഒരു ചെറിയ പേടകം ഉണ്ടാക്കി അതിനെ കൊണ്ടുപോയി നൈൽ നദിയുടെ ഓളങ്ങളിൽ വെക്കുക. സോ ആ വീടിനകത്ത് അമ്മയുടെ ഹൃദയത്തിൽ ധൈര്യം കൊടുത്ത്, കൃപ കൊടുത്ത്, കാഴ്ചപ്പാട് കൊടുത്ത് ദൈവം നയിക്കുക. മറ്റെങ്കിൽ ആ കറക്റ്റ് സമയത്ത് ഫറവോന്റെ പുത്രി വരാനും ഈ കുഞ്ഞിനെ കാണാനും അതിനെ എടുക്കാനും അതിനോട് അലിവ് തോന്നാനും അവരുടെ ഹൃദയത്തിനകത്ത് വരെ ദൈവം പ്രവർത്തിക്കുക. സോ ഗോഡ് ഈസ് വർക്കിംഗ് ഓൺ ബോത്ത് ഹാൻഡ്സ്. നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ, പ്രാർത്ഥിക്കുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ, നാം ദൈവത്തെ വിശ്വസിക്കുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ ചിലപ്പോൾ ഒരു സൈഡിൽ മാത്രമല്ല 2 സൈഡിലും ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കരങ്ങൾ കാണാൻ കഴിയും. ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എത്രയോ സ്ഥലങ്ങളിൽ ഇതുപോലെ പല സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ കൈ ഒരുപോലെ വ്യാപരിച്ച് നമ്മുടെ കാര്യങ്ങളൊന്ന് നേരെയാക്കാൻ, നമ്മുടെ കാര്യങ്ങൾക്ക് ഒരു ആശ്വാസം തരാൻ, ഒരു അയവ് തരാൻ വേണ്ടി പല സാഹചര്യങ്ങളിൽ ഒരുപോലെ പ്രവർത്തിച്ച് ദൈവം നടത്തിയ വഴികൾ എന്നോട് ചേർന്ന് ഓർത്ത കരങ്ങൾ ഉയർത്തി രാത്രി ദൈവത്തിന്റെ സ്തോത്രം പറയാൻ കഴിയും. എന്നോട് ചേർന്ന് ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ പല മുഖാന്തരങ്ങളിൽ, പല സ്ഥലങ്ങളിൽ, പല എൻസിൽ ഞങ്ങളുടെ സ്റ്റോറിയിൽ ഒരു ചേഞ്ച് തരുവാൻ, ഒരു തിരിവ് തരുവാൻ ദൈവം നടത്തിയ വഴികളെ രാത്രി ഞങ്ങൾ നന്ദിയോടെ ഓർത്ത്
ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുക. ഞങ്ങളെ ഒരു സൈഡിൽ ബലപ്പെടുത്തുമ്പോൾ, ഞങ്ങള് തകർന്ന ഹൃദയവുമായിട്ട് ചർച്ചിലേക്ക് വന്നിട്ടുണ്ട്. വചനത്തിലൂടെ ഞങ്ങളെ ബലപ്പെടുത്തുമ്പോൾ തന്നെ കാലങ്ങളായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളോട് ബന്ധത്തിൽ ദൈവത്തിന്റെ കരം അപ്പുറത്ത് ചലിക്കുകയും അവിടെയും ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുന്ന അധികാരികളോട്, ഉയർന്ന സ്ഥാനങ്ങളോട്, നമ്മുടെ ഓഫീസിലുള്ളവരോട് പല വഴികളെ അത്ഭുതകരമായി തുറന്ന് ദൈവം നടത്തിയ വഴികളെ ഞാൻ നന്ദിയോടെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എന്റെ ജീവിതത്തിലും സാക്ഷി പറയാനാണെങ്കിൽ നമ്മുടെ മുമ്പിൽ നിന്ന് സമയം ഒരുപാട് അനുഭവങ്ങളുണ്ട്. രണ്ട് സൈഡിലും പല മുഖാന്തരങ്ങളുടെ ദൈവം പ്രവർത്തിച്ച അത്ഭുതകരമായ വഴികൾ. നോക്കി, ഇവിടെ അനന്യാസിനോട് കർത്താവ് ശക്തമായ ഒരു ദൂത് കൊടുക്കുകയാണ്. അവന്റെ മേൽ കൈവെക്കുന്നവൻ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കി, അതിന്റെ 12, 13, 13ാമത്തെ വാക്യം, അനന്യാസ് ഈസ് ട്രൈങ് ടു കറക്റ്റ് ജീസസ്. അനന്യാസ് പറയാം, അതിന് അനന്യാസ്, കർത്താവേ, ആ മനുഷ്യൻ യെരൂശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞ് കേട്ടിരിക്കുന്നു. ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വേണ്ടി ഒക്കെയും പിടിച്ചു കെട്ടാൻ അവന് മഹാപുരോഹിതന്മാർ അധികാരപത്രം ഉണ്ടെന്ന് പറഞ്ഞു. കർത്താവിനോട്, നീ പോകാം, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്ക് മുമ്പിൽ വഹിക്കാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു മാനപാത്രം. That's a beautiful sentence. No, Ananias is trying to stop Jesus. Ananias is trying to correct Jesus. എന്നാൽ കർത്താവ് പറയാം, no Ananias, that's not the case. The case is that എന്റെ നാമം രാജാക്കന്മാർക്കും ജാതികൾക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിക്കാൻ ഞാൻ തെരഞ്ഞെടുത്ത ഒരു മാനപാത്രമാണ് ഈ തർശോസുകാരനായ ശൗൽ. ഞാനിത് വായിച്ചു ബന്ധിച്ച്, ദൈവമേ, 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിന്റെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു മൺപാത്രമായി, നിക്ഷേപം പകരപ്പെട്ട മൺപാത്രമായി തർശോസുകാരനായ ഒരു ശൗലിനെ അന്നത്തെ മെഡിറ്ററേനിയൻ വേഗത്തിലൂടെ ഫിലിപ്പിയിലും തെസ്സലോനിക്കയിലും ബെരോവയിലും ഏതൻസിലും കൊരിന്തിലും റോമിലും ഒക്കെ കർത്താവിന്റെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു മാനപാത്രമായി ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റിയതുപോലെ 2025 ഖത്തറിലും ഇന്ത്യയിലും കേരളത്തിന്റെ വിവിധ കോണുകളിലും പല പോക്കറ്റ്സിലും ഇരുണ്ട ചില പ്രദേശങ്ങളിലൊക്കെ ഞങ്ങളിലൂടെ സുവിശേഷം എന്ന സത്യവചനം വഹിക്കാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന മാനപാത്രങ്ങളാകുന്നു ഞങ്ങൾ എന്നുള്ളത് എത്ര വലിയ മാന്യതയാണെന്ന് രാത്രി നാം ചിന്തിക്കുവാൻ ഇടയായി തീരണം. മണ്ണ് കൊണ്ടുള്ള പാത്രങ്ങളായ, ചെറിയ പാത്രങ്ങളായ, നിക്ഷേപം പകരപ്പെട്ടതായ മൺപാത്രങ്ങളായി. എന്തിനാണെന്നറിയാമോ? ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം വഹിക്കുവാൻ, ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി ഞങ്ങൾ നശിച്ചു പോകുന്നവരുടെയും ജീവിക്കുന്നവരുടെയും ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി ദൈവസ്നേഹം പകരപ്പെട്ട പാത്രങ്ങളായി തീരുവാൻ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത് കൊണ്ട് ഒരു പ്രാവശ്യം ചേർന്ന് കരങ്ങൾ ഉയർത്തുന്ന രാത്രി ദൈവത്തിനൊരു സ്തോത്രം പറയാമോ? കർത്താവേ, യാതൊരു യോഗ്യതയുമില്ലാതിരുന്ന, ദൈവത്തോട് ശത്രുക്കളായിരുന്ന, പാരമ്പര്യങ്ങളുടെ ഇതിനകത്ത് അന്ധരായിരുന്ന ഞങ്ങളുടെ വഴിയാത്രയിൽ, ഞങ്ങളുടെ വഴിയിൽ ഞങ്ങൾക്ക് വെളിപ്പെട്ട് നിന്റെ തേജസ് ഞങ്ങൾക്ക് മനസ്സിലാക്കി, കാൽവരി ക്രൂശിലെ സ്നേഹത്തെ മനസ്സിലാക്കി, ആ സുവിശേഷം എന്ന ദൈവകൃപയുടെ തേജസ്സിന്റെ സുവിശേഷം വഹിക്കപ്പെട്ട മൺപാത്രങ്ങളായി, പരിശുദ്ധാത്മാവ് പകരപ്പെട്ട മൺപാത്രങ്ങളായി, ദൈവകൃപ പകരപ്പെട്ട മൺപാത്രങ്ങളായി ഈ ചെറിയവരായ ഞങ്ങളെ മാറ്റിയ ആ വലിയ സ്നേഹത്തിനായിട്ട് ഇന്ന് രാത്രി ഞങ്ങൾ ദൈവത്തിനെ സമർപ്പിക്കുന്നു. നോക്കി, മൺപാത്രം പകരപ്പെട്ട പാത്രങ്ങൾ. നോക്കി, എനിക്ക് 2 കൊരിന്ത്യർ 2-4 ഒന്ന് പോകണമെന്നുണ്ട്, പക്ഷേ ഇറ്റ്സ് നോട്ട് പോസിബിൾ. വി ഡോണ്ട് ഹാവ് ടൈം ടു ഗോ ദേർ. അവിടെ പലരും പറയാം, ഞങ്ങള് നശിച്ചു പോകുന്നവരുടെയിലും ക്രിസ്തുവിൽ ഞങ്ങളെ ജോത്സവമായി നടത്തുന്ന എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തി ദൈവത്തിന് സ്തോത്രം. ജോലി സ്ഥലങ്ങളിലും സ്കൂളുകളിലും റോഡിലും എല്ലാ സ്ഥലത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തി ദൈവത്തിന് സ്തോത്രം. കർത്താവേ, കോപപാത്രങ്ങളായിരുന്ന നരകത്തിലേക്കുള്ള യാത്രയിലായിരുന്നു ഞങ്ങളെ അവിടുത്തെ കൃപയാൽ, അവിടുത്തെ ദയയാൽ രക്ഷിച്ച് ഈ തേജസ്സിന്റെ വഹിക്കപ്പെട്ട സുവിശേഷം പകരപ്പെട്ട മൺപാത്രങ്ങളായി ആ ക്രിസ്തുവിന്റെ സൗരവ്യാസനയായി ഞങ്ങളെ മാറ്റിയത് കൊണ്ട് രാത്രിയിൽ ഞങ്ങൾ അനന്യാസിനോട്, കർത്താവേ, അവനെ ഞാൻ തെരഞ്ഞെടുത്ത ഒരു മാനപാത്രമാണ്. പിന്നെ നോക്കിയേ, മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അവന്റെ നാമത്തിന് വേണ്ടി എന്തെല്ലാം കഷ്ടം സഹിക്കും എന്ന് ഞാൻ അവനെ കാണിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, അടുത്ത് അങ്ങനെ അനന്യാസ്, നോക്കിയ ബൈബിൾ ടെക്സ്റ്റ് നോക്കി, അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ചു. അനന്യാസിന്റെ മേൽ കൈവെക്കാൻ വേണ്ടി വന്ന ആളാ ഇപ്പോ അനന്യാസ് ചെന്ന് അദ്ദേഹത്തിന്റെ മേൽ കൈവെക്കുക. ഇത് പൗലോസ് ഉദ്ദേശിച്ച കൈവെപ്പല്ല, ഇത് സ്നേഹത്തിന്റെ കൈവെപ്പാ, അധികാരത്തിന്റെ കൈവെപ്പാ, ശുശ്രൂഷയുടെ കൈവെപ്പാ. അവന്റെ മേൽ കൈവച്ചിട്ട് എനിക്ക് അടുത്ത സെന്റൻസ് എന്നെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തു. നിങ്ങൾ ബൈബിളിലേക്ക് നോക്കി, അടുത്ത സെന്റൻസ് ഇങ്ങനെയാ, ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മപൂർണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. ഞാൻ അതിന് കൊടുത്തൊരു ടൈറ്റിൽ എന്താണെന്നറിയാമോ? ബ്രദർ ഷൗൽ. ബ്രദർ ഷൗൽ, അതായത് അനന്യാസ് വിളിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റാ, ബ്രദർ ഷൗൽ, സഹോദരനായ ശൗലേ.
ഞാൻ പറഞ്ഞല്ലോ, പെർസിക്യൂട്ട് ചെയ്യാൻ വന്നയാള് പെർസിക്യൂട്ടഡ് ആയി, അറസ്റ്റ് ചെയ്യാൻ വന്നയാളെ കർത്താവ് അറസ്റ്റ് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് വൺ ഇസ് ബ്രദർ ഷൗൽ. ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ സെന്റൻസ്, ദാറ്റ്സ് എ ഗ്ലോറിയസ് സെന്റൻസ്. ദമസ്കോസിലേക്കുള്ള യാത്രയിൽ അധികാരപത്രവുമായിട്ട് ദമസ്കോസിലുള്ള ശിഷ്യന്മാരുടെ നേരെ ഉപദ്രവം ചെയ്യാൻ വന്ന, കൊല ചെയ്യാൻ വേണ്ടി വന്ന ആളെ വീട്ടിൽ ചെന്ന് തലേ കൈവച്ചിട്ട് ബ്രദർ ഷൗൽ എന്ന് വിളിക്കുമ്പോൾ ദൈവത്തോട് നിരപ്പിക്കുക മാത്രമല്ല കർത്താവ് നമ്മളെ ചെയ്തത്, നമ്മളെ ഒരു ഹൊറിസോണ്ടലായ നിരപ്പും കൂടെ നമുക്ക് തന്നു. ഹൊറിസോണ്ടലായ നിരപ്പ്. നമുക്ക് എത്ര രക്തബന്ധമുള്ളവരുണ്ട്, ഒത്തിരി പേരല്ലേ. എന്നാൽ ക്രിസ്തീയ സഭയുടെ മാധുര്യം എന്നറിയാമോ? സഹോദരി സഹോദരന്മാരാക്കി ക്രിസ്തുവിൽ വിവിധ കുടുംബങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ, വിവിധ 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 പാരമ്പര്യങ്ങളിൽ, വിവിധ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ച നമ്മളെ റിജോയ്സിലുള്ളവരെയും IPCയിലുള്ളവരെയും ഷാരോനിലുള്ളവരെയും എല്ലാം സഹോദരന്മാരാക്കി ഒരു കുടുംബത്തിലെ അംഗങ്ങളാക്കി മാറ്റിയ സുവിശേഷത്തിന്റെ മഹത്വം എത്ര വലുതാണെന്ന് ഇന്ന് രാത്രി നാം തിരിച്ചറിയണം. ഒരു പിതാവേ നമുക്കുള്ളൂ, ഒരു രക്ഷിതാവേ നമുക്കുള്ളൂ, ഒരു പരിശുദ്ധാത്മാവേ നമുക്കുള്ളൂ. സഭയൊന്ന, സ്നാനമൊന്ന, ക്രിസ്തുവിൽ നമ്മളെ ഒന്നാക്കി തീർത്ത, പോകുന്ന സ്ഥലവും ഒന്ന, ഡെസ്റ്റിനി ഒന്ന, will be in one place under one shepherd. That's a beautiful, glorious thing about our salvation and redemption. ക്രിസ്തുവിനോട് നമ്മളെ നിരപ്പിക്കുകയും പരസ്പരം നിരപ്പിക്കുകയും, we are into one family, ഒരു കുടുംബത്തിലെ അംഗങ്ങളാക്കി തീർക്കുകയും ചെയ്ത കൃപയുടെ സുവിശേഷത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ എത്ര വലുതാണെന്ന് ചിന്തിക്കാം. നോക്കി, ഇവിടെ സഹോദര ഷൗലേ, സഹോദര എന്നുള്ള വിളി ഇസ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് സോ സ്വീറ്റ്. നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മാവുണ്ടാകേണ്ടതിന് നിന്റെ വഴിയിൽ പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. നോക്കി, താട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ കാണുന്നത്, വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം ഞാൻ വായിച്ചല്ലോ, Paul started to preach the gospel powerfully. അതിനുശേഷം പൗലോസിനെ അറസ്റ്റ് ചെയ്യുക. എന്നൊക്കെ അവൻ യെരുശലേമിൽ എത്തിയാറെ ശിഷ്യന്മാരോട് ചേരാൻ ശ്രമിച്ചു. എന്നാൽ അവനെ ശിഷ്യനെന്ന് നിരൂപിക്കാതെ മാറി നിന്നു. ബർന്നബാസോ അവനെ കൂട്ടി ഒരു കൂട്ടായ്മയുടെ വലങ്കായി, നോക്കി, മറ്റപ്പോസ്തലന്മാർ അവനെ പേടിച്ച് മാറുന്നപ്പോൾ ധൈര്യമായിട്ട് മുന്നോട്ട് വന്ന് ഈ മനുഷ്യന്റെ സ്റ്റോറി മനസ്സിലാക്കി ഒരു കൂട്ടായ്മയുടെ വലങ്കായി. ഒരുപക്ഷെ ബർന്നബാസ് ഒന്നും അറിയുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ അനന്യാസ് പോലും ചിന്തിക്കുന്നില്ലായിരിക്കും ഈ മനുഷ്യൻ ഈ ന്യൂ ടെസ്റ്റ്മെന്റിലെ 10-ലധികം 13 ലേഖനങ്ങൾ എഴുതാൻ പോകുന്ന ആളാണെന്നോ, ഇത്രയും വലിയ വേൾഡില് കർത്താവിന്റെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നതാണെന്നല്ല. ഒരു കൂട്ടായ്മയുടെ വലങ്കൈ, ഒരു ബലപ്പെടുത്തൽ, ഒരു ആശ്വാസത്തിന്റെ വചനം നല്ലൊരു ബർന്നബാസിലൂടെ ലഭിക്കുക. ആ ബർന്നബാസ് അപ്പോസ്തലന്മാരായിട്ട് പൗലോസിനെ കണക്ട് ചെയ്യുക. സ്റ്റോറി ഓഫ് ബർന്നബാസ്, സ്റ്റോറി ഓഫ് അനന്യാസ്, കണക്ടിങ്. ഒരുപക്ഷെ ആ ചെറിയ ചെറിയ ശുശ്രൂഷയുടെ വലിപ്പം പിന്നീട് വലുതായി തീരാം. അതിനൊക്കെ ദൈവം നമ്മളിലൂടെ ചെയ്യുന്ന ആ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ വ്യാപ്തി പിന്നെ കണ്ടെന്ന് വന്നേക്കാം. കാരണം എന്താണെന്നറിയാമോ? ഇതിലെല്ലാം പിറകിൽ ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു കരമുണ്ട്. അത് തേജസ്സിന്റെ കർത്താവിന്റെ കരമാ. ഓർക്കസ്ട്രേറ്റിംഗ് ഗാൻ. അവിടെ ഒരു അനന്യാസിനെ ഒരുക്കിയ പോലെ ഇവിടെ ഒരു ബർന്നബാസിനെ ഒരുക്കുകയാണ്. ബർന്നബാസിനെ ഒരുക്കി അപ്പോസ്തലന്മാരുടെ കണക്ട് ചെയ്യുക. So what we see is that an orchestrating hand of the Lord behind all these things. Last ബ്യൂട്ടിഫുൾ ആയ എൻഡിലേക്ക് 31st verse. അങ്ങനെ യഹൂദിയ, ഗലീല, ശമരിയ എന്നീ പ്രദേശങ്ങളൊക്കെ സഭയ്ക്ക് സമാധാനമുണ്ട്. It ends with the peace. അങ്ങനെ ആത്മീയ വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനവും നടന്നു പെരുകണം. It's about the peace. It's about spiritual growth. It's about piety and commitment and integrity. It's about empowered by the Holy Spirit. It's about growth in them. ഈ ദിവസങ്ങളിൽ റിജോയ്സിലും ഞാൻ വിചാരിക്കുക, റിജോയ്സിലും വലിയ സമാധാനം ദൈവം തരുവാനിടയായി തീരട്ടെ. കവിഞ്ഞ് ഞാൻ നിങ്ങളുടെ യൂട്യൂബിന്റെ മേളിൽ ഇത് ഇയർ ഓഫ് ലോർഡ്സ് പ്രസൻസ്, ദൈവത്തിന്റെ സാന്നിധ്യത്താൽ നിറയ്ക്കട്ടെ നിങ്ങളുടെ ഭവനങ്ങളെ. വലിയ സമാധാനം നൽകി ദൈവം സൂക്ഷിക്കട്ടെ. ആത്മീയ വർധനയിലേക്ക് ഈ 2 മാസം കൂടെ എൻഡ് ചെയ്യാനുള്ളൂ. 2 മാസം വലിയ ആത്മീയ വർധനയും കാഴ്ചപ്പാടും കമ്മിറ്റ്മെന്റും ദൈവം തരുവാനിടയാകട്ടെ. കർത്താവിനോടുള്ള ഭക്തിയിൽ റിജോയ്സ് വർദ്ധിച്ചു വരാനിടയാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ റിജോയ്സ് ചർച്ച് നിറയുവാനിടയാകട്ടെ. അത് മാത്രമല്ല, എണ്ണത്തിൽ പെരുകുവാൻ തക്കവണ്ണം അത്ഭുതകരമായ വഴികളെ ദൈവം തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അറസ്റ്റ് ചെയ്യാൻ വന്നയാള് അറസ്റ്റ് ചെയ്യപ്പെട്ട സ്റ്റോറി, പെർസിക്യൂട്ട് ചെയ്യാൻ വന്നയാള് പെർസിക്യൂട്ട് ചെയ്യപ്പെടുന്നതായ സ്റ്റോറി. ബ്രദർ ഷൗൽ
ബ്രദർ ഷൗൽ. നിക്ഷേപം പകരപ്പെട്ടതായ മൺപാത്രങ്ങൾ, ചെറിയ ചെറിയ ശുശ്രൂഷകൾ, അതിന്റെ വ്യാപ്തി എത്ര വലുതാണ് നാം തിരിച്ചറിയുക. ദൈവസഭയുടെ വളർച്ച, പരിശുദ്ധാത്മാവിന്റെ നിറവ്, കൂട്ടായ്മ, കമ്മിറ്റ്മെന്റ്. ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ എൻഡ് ഓഫ് ദിസ് ചാപ്റ്റർ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ പാട്ടിന്റെ വരികൾ വളരെ ബ്യൂട്ടിഫുൾ ആയ വരികളാ. കാൽവറി ക്രൂശിൽ കാണും സ്നേഹത്തിൻ പൂർണ്ണത, ശത്രുവാം എന്നെ ദൈവമിത്രമാക്കി, രക്തവും ചിന്തി യേശു എന്നെ രക്ഷിപ്പാൻ, ഈ സ്നേഹസ്വരൂപൻ എന്നെ ആത്മസ്നേഹിതൻ. കർത്താവിനോട് ചേർന്ന് നടപ്പാൻ ഇടയാകട്ടെ. നമ്മുടെ കണ്ണു തുറന്ന അനുദിനം നടത്തുന്ന നല്ല ഇടന്റെ സാന്നിധ്യത്താൽ ദൈവം നമ്മളെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവിന്റെ ദാസന്റെ സഭയോട് നന്ദി പറഞ്ഞുകൊണ്ട്, എല്ലാ മഹത്വമാന പുകഴ്ചയും കർത്താവിനെ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ധരിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായ